ഇപ്പ ഇത് കുടിച്ചോളി, രാത്രി തുള്ളി വെള്ളം കുടിച്ചതല്ലേ. അസ്സലാമലൈക്കും. എന്താ താത്ത പല പാടൊക്കെ എങ്ങനെയുണ്ട്? എന്ത് പാട് ആ കണ്ടതന്നെ. ഇതിപ്പോ പോയിട്ട് ഒരു മാസമായല്ല, അതൊരിക്കും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങാറ് മറ്റേ വരുന്നിട്ട് അതന്നെ. ഇജ്ജ് എന്ത് വർത്താനാ പറഞ്ഞേ? ഞാൻ വീട്ടിലേക്ക് അംഗല്ലേ, എനിക്ക് എന്റെ കാര്യം നോക്കട്ടെ, മക്കളെ കാര്യം നോക്കണോ? അതിനിടയ്ക്ക് ഞാൻ മാസം എനിക്കുള്ള അയച്ചു തരുന്നില്ല ഇവിടേക്ക് ചെയ്യാനിരിക്കാൻ, കപ്പയുടെ കാര്യം നോക്കാന്. ഞാൻ വരുന്നില്ലാന്നല്ലേ ഉള്ളൂ, ഇവിടെ എല്ലാ കാര്യം എത്തിക്കണില്ലേ സംഗതി. അപ്പുറം പോരല്ല, ആൾക്കാളെന്നെ വേണ്ട. എനിക്കുണ്ടല്ലോ ഒരു കരിയും കൂടിയൊക്കെ. ഇജ്ജും എന്താ ഇവിടെ നിൽക്കണം, ഞാൻ പോവാ. നിന്റെ കുട്ടികളുണ്ട് അവിടെ, ആടും കോഴികളൊക്കെ തെറി പോകാനാണ് ഞാൻ. ഞാൻ നിൽക്കൊന്നും ചേട്ടാ, ഞാൻ ഇവിടെ ഫോണേക്ക് കയറിയപ്പോ വലിയ കുടിക്കാത്. ഞാൻ നിൽക്കൊന്നും ജയിക്കട്ടെ, ഇപ്പൊ തന്നെ ഫോൺ വരുന്നുണ്ട്. ഞാൻ പോവാണ്. അതെ ഞാൻ പറഞ്ഞു. ഓക്കെ. ഇവിടെ വന്നാൽ ഈ ഫോൺ കുട്ടി കളിക്കണ പണി തന്നെ ഉള്ളൂ. പിന്നെ അതിന്റെ അടുത്ത് ഒരു ഫോൺ പോയി. പിന്നെ ഇപ്പൊ എന്താ എനിക്ക് തമ്പ നോക്കാൻ നേരം. എന്തിട്ടാ മക്കളെ ഇവിടെ സർട്ടിഫിക്കറ്റ്? രാമേട്ടാ ഇങ്ങടിച്ചു. ഈശ്വരോ. എന്ത് രാമ, ഒരു കച്ചവടമില്ല. ഓർക്കവിടെ തീരെ വിൽക്കാൻ നേരം ഈ തമ്പലം നോക്കാൻ അതന്നെ എല്ലാം തന്നെ. ഓള് പറഞ്ഞ കണക്കാക്കണ്ട രാമേട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ പിന്നെ കൂടെ കഴിഞ്ഞാൽ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിലൊക്കെ. എനിക്കും ഓരോ ചുറ്റുപാട് നിങ്ങൾക്കും അറിയുന്നത് ഇതിന്റെയൊക്കെ സ്ഥിതി. അങ്ങനെ നിങ്ങൾ പറയരുത് മക്കളെ. ഇതിനെ പിന്നെ ആരാ നോക്കാനുള്ളത്? ചെറുപ്പത്തിലെ അതിന്റെ ഭാര്യ, നിങ്ങളെ അമ്മ മരിച്ചിട്ട് പിന്നെ നിങ്ങളെ കഷ്ടപ്പെട്ട് നോക്കി അതിന്റെ ഉദ്യോഗമൊക്കെ പെൻഷനൊക്കെ ആയൊക്കെ നിങ്ങൾ തന്നു. എല്ലാം ഒരു വന്ന് നിങ്ങളെ കല്യാണം കഴിച്ചതല്ലേ. അപ്പൊ നിങ്ങൾക്ക് തിരക്കായി പോയി. അതാ നോക്കി ഇതിന്റെ ഒരുപാട് ചോറ് ഞാൻ തിന്നത്. ആ നന്ദിയാണ് ഞാൻ ഈ കാത്തിരുന്നു മക്കളെ. മോളെ എന്നോട് സത്യം പറയാണ്, എന്റെ ഉപ്പാണ് നോക്കിക്കോ. എന്റെ ഉപ്പ കിടക്കുന്ന കത്തിന്റെ വീട്ടിൽ നിധി കിട്ടിക്കോ. അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാ, അതോട് പറയണ്ട, ഞാൻ എന്തായാലും നോക്കും. എന്റെ ഉപ്പാനെ അല്ലെങ്കിൽ നോക്കിക്കോ. കത്തിന്റെ വീട്ടില് കുത്തിയിരിക്കുന്ന നിധിയാണ്, പഴയ കാലത്ത് കിട്ടിയതാണ്. അവസാന കാലത്ത് അതായത് ഉപ്പാനെ ആരും നോക്കിയാലും മരിപ്പിച്ചെടുക്കാത്ത. ഞാൻ പോയിട്ടാ, ഇന്ന് 3 ദിവസം പോയിട്ടാ ഞാൻ. എല്ലാ കാര്യം പൂർണ്ണമായിട്ട് കഴിഞ്ഞല്ലപ്പോ. പാപ്പ സുന്ദരമായിട്ട് പോയി. പാപ്പായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അയ്യപ്പാ ഇതാണ് നിങ്ങളെ പാപ്പാന്റെ ഞാൻ പറഞ്ഞ നീതി. ഇത് രണ്ടാളും ഓരോ നിർത്തോളി. താമസം വേറതല്ലാതെ മറ്റൊരു മാറില്ല മക്കളെ. ഈ ഒരു പണി ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും പണത്തിന് വേണ്ടിയിട്ടാണ്.